ക്രിസ്തുവിൻ്റെ മരണം പോലെ അതുല്യമായ മറ്റൊരു മരണം ലോകത്തിൽ നടന്നിട്ടില്ല. യേശുക്രിസ്തു അതുല്യനാണ്. ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയിർത്തെഴുന്നേൽപ്പ് ഇതെല്ലാം അതുല്യമാണ്. എന്ന് പറഞ്ഞാൽ അതിന് തുല്യം വെക്കുവാൻ മറ്റൊരാളുടെയും ജനനത്തിനോ ജീവിതത്തിനോ മരണത്തിനോ ഇന്നുവരെയും സാധിച്ചിട്ടില്ല, ഒരിക്കലും സാധിക്കുകയുമില്ല. യേശുവിൻ്റെ മരണത്തിൻ്റെ അർത്ഥം ഒരു വ്യക്തി ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ മനുഷ്യരോടുള്ള ആ വ്യക്തിയുടെ മനോഭാവത്തിന് വലിയ വ്യത്യാസം വരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മോട് സംസാരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന പല ആളുകളുടെയും മനോഭാവത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പ്രത്യേകിച്ച് സഹവിശ്വാസികളോടുള്ള, മറ്റ് സഹോദരന്മാരോടുള്ള മനോഭാവത്തിന് വ്യത്യാസം വന്നില്ല. ലോകപ്രകാരം തന്നെയാണ് അവർ മനുഷ്യരെ വിലയിരുത്തുന്നത്, അളക്കുന്നത് എന്നുള്ളത് പലപ്പോഴും തോന്നിപ്പോയിട്ടുണ്ട്. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മോടിങ്ങനെയാണ് പറയുന്നത്: എല്ലാവർക്കും വേണ്ടി ക്രിസ്തു മരിച്ചതുകൊണ്ട് ഇനി നമുക്ക് സ്വന്തമായി ഒരു ജീവിതം ഇല്ല. ജീവിക്കുന്നവർ ഇനിമേൽ തങ്ങൾക്കായിട്ടല്ല, മരിച്ച് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കേണ്ടത്. അതിനായിട്ടാണല്ലോ ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചത്. എത്ര മനോഹരമാണ് ഈ വചനം! ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചതുകൊണ്ട് ആ മരണത്തിൽ വിശ്വസിക്കുന്ന ആർക്കും അവരുടെ ഇഷ്ടപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ സാധ്യമല്ല. അവർക്ക് സ്വന്തമായൊരു ജീവിതമില്ല. അവർ ദൈവ ഇഷ്ടപ്രകാരം ജീവിക്കുവാൻ തയ്യാറാകുന്നവരാണ്. അങ്ങനെ ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, മരിച്ച് പുനരുത്ഥാനം ചെയ്ത ക്രിസ്തുവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് 16-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് ഇനിമേൽ ഞങ്ങൾ ആരെയും മാനുഷിക മാനദണ്ഡങ്ങളാൽ അളക്കുന്നില്ല. കാരണം ക്രിസ്തു എല്ലാവർക്കും വേണ്ടി മരിച്ചിരിക്കുന്നു. ആ മരണത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾക്കായിട്ടല്ല ജീവിക്കുന്നത്. അതുകൊണ്ട് മാനുഷികമായ മാനദണ്ഡങ്ങളാൽ ഞങ്ങൾ ആരെയും അളക്കുന്നില്ല. ഇന്ന് മനുഷ്യർ മറ്റു മനുഷ്യരെ വിലയിരുത്തുന്ന ഒരുപാട് മാനുഷിക മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിയുടെ കുടുംബം, വിദ്യാഭ്യാസം, വാക്ചാതുര്യം, കുടുംബശ്രേഷ്ഠത, അറിവ്, പാണ്ഡിത്യം, സമ്പത്ത്, ഇങ്ങനെ ഇതൊക്കെ മാനുഷിക മാനദണ്ഡങ്ങളാണ്. ഈ മാനുഷിക മാനദണ്ഡങ്ങളാൽ ആണ് പലപ്പോഴും പലരും മനുഷ്യരെ അളക്കുന്നതും വിലയിരുത്തുന്നതും അംഗീകരിക്കുന്നതും മാനിക്കുന്നതുമല്ല. ഇതിലേതെങ്കിലും ഒന്നിന് താഴ്ച വന്നാൽ, കുറവ് വന്നാൽ മാനുഷിക മാനദണ്ഡങ്ങൾ അനുസരിച്ച് അവർ പെരുമാറിക്കൊണ്ടിരിക്കും. അത് ക്രിസ്തുവില്ലാത്ത മനുഷ്യൻ്റെ ഒരു ജീവിത വീക്ഷണമാണ്. എന്നാൽ ക്രിസ്തുവിൽ ആകുന്ന ഒരു മനുഷ്യൻ, ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എന്ന് ബോധ്യപ്പെടുന്ന ഒരു വിശ്വാസി മാനുഷിക മാനദണ്ഡങ്ങളാൽ ഒരിക്കലും മനുഷ്യരെ അളക്കുവാൻ പാടില്ല. പൗലോസ് പറഞ്ഞു, ഒരിക്കൽ ക്രിസ്തുവിനെയും വെറും മനുഷ്യനായി ഞങ്ങൾ വീക്ഷിച്ചു, എങ്കിലും ഇനിമേൽ ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല. പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുകയാണ്. താൻ യേശുവിലേക്ക് വരുന്നതിന് മുമ്പ് മനുഷ്യരെ അളന്നതും വിലയിരുത്തിയതും എല്ലാം മാനുഷികമായ മാനദണ്ഡങ്ങളാലാണ്. എന്തിനാണ്? ക്രിസ്തുവിനെ പോലും അങ്ങനെയാണ് താൻ മനസ്സിലാക്കിയിരുന്നത്. ഒരു തച്ചൻ്റെ മകനായിട്ട്, ക്രിസ്തു സാധാരണ ഒരു മനുഷ്യനായിട്ട്, ഒരു നല്ല മനുഷ്യനായിട്ട് മാത്രം ആണ് പൗലോസ് പോലും ക്രിസ്തുവിനെ ശരിയായി അറിയുന്നതിന് മുമ്പ് മനസ്സിലാക്കിയിരുന്നു. എന്നാൽ പൗലോസ് പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം മാറിപ്പോയി എന്നാണ്. അതായത് ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ വകയായി തീർന്നു കഴിഞ്ഞാൽ ആ വ്യക്തി പുതിയ സൃഷ്ടിയാണല്ലോ. പഴയ സൃഷ്ടി നീങ്ങിപ്പോയി, അത് പുതുതായി തീർന്നിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ വകയായിട്ട് തീരുന്ന എല്ലാവരും വാസ്തവത്തിൽ പുതിയ സൃഷ്ടികളാണ്. പുതിയ സൃഷ്ടികളായിട്ട് മാറുന്ന മനുഷ്യർ, അവർക്ക് സാമ്പത്തിക നിലവാരത്തിൽ വ്യത്യാസം കാണാം, വിദ്യാഭ്യാസത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാം, സൗന്ദര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാം, കുടുംബ മഹിമയിൽ ഏറ്റക്കുറച്ചിലുകൾ കാണാം.
പക്ഷേ ഒരുവൻ ക്രിസ്തുവിൽ ആയിക്കഴിഞ്ഞാൽ, ക്രിസ്തുവിൻ്റെ വകയായിക്കഴിഞ്ഞാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയായിട്ട് മാറിയ ഒരു മനുഷ്യനെ ഒരിക്കലും മാനുഷികമായ മാനദണ്ഡങ്ങൾ വെച്ച് അളക്കുവാനോ വിലയിരുത്തുവാനോ സ്വീകരിക്കുവാനോ പാടില്ല എന്നുള്ള വിലപ്പെട്ട ഒരു ഉപദേശമാണ് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യ സഭയ്ക്ക് നൽകുന്നത്. നമുക്കും ഇന്ന് പകൽ ആ ഉപദേശമാണ് നൽകുന്നത്. ഒരുവൻ ക്രിസ്തുവിൻ്റെ വകയായാൽ, പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ, ലോകപ്രകാരം മറ്റു മനുഷ്യർ കാണിക്കുന്നത് പോലെ വിലയിരുത്താൻ പാടില്ല. അവൻ ക്രിസ്തുവിലാണെന്നുള്ള പരിഗണന കൊടുക്കണം. അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള പരിഗണന കൊടുക്കണം. അവൻ്റെയും എൻ്റെയും പിതാവ് ഒരാളാണെന്നുള്ള പരിഗണന കൊടുക്കണം. അവനിലും എന്നിലും വ്യാപരിക്കുന്ന ആത്മാവ് പരിശുദ്ധാത്മാവാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അവൻ്റെയും എൻ്റെയും പാപങ്ങളെ പരിഹരിച്ചത് യേശുവാണെന്നും ആ പാപപരിഹാരത്തിനു വേണ്ടി ചൊരിഞ്ഞ രക്തം പുണ്യാഹ രക്തമാണെന്നും അതെല്ലാം ഒരേ രക്തമാണെന്നും നാം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മാനുഷികമായ മാനദണ്ഡങ്ങളിൽ മനുഷ്യനെ നമ്മൾ അളക്കത്തില്ല, വിലയിരുത്തത്തില്ല. മറിച്ച് എല്ലാവരെയും ഒന്നായി കാണുവാൻ നമുക്ക് കഴിയും. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായ എല്ലാവരെയും ക്രിസ്തുവിൻ്റെ ആ സ്നേഹത്തിൽ കാണുവാൻ കഴിയണം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് പൗലോസ് ഇവിടെ നൽകുന്നത്. നമുക്കതിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി പറയാം. കഴിഞ്ഞിട്ടില്ല എങ്കിൽ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ നല്ല വചനങ്ങൾക്കായിട്ട് സ്തോത്രം. വചനപ്രകാരം ജീവിതത്തെ ശോധന ചെയ്യുവാനും ക്രമീകരണം പ്രാപിപ്പാനും കർത്താവ് കൃപ നൽകണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ.